ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കപ്പിൾസിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഇത് വീഡിയോ നടക്കുമ്പോഴത്തേനും കപ്പിൾസ് എന്ത് ചെയ്തു, ഒരു ഹണിമൂൺ കല്യാണം കഴിഞ്ഞ ഒരു 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ് ഹണിമൂണിനായിട്ട് അവരെന്തോ കൊടൈക്കനാലിൽ പോകാമെന്ന് പറഞ്ഞ് പ്ലാനിട്ട് അവിടെ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് അവർ പോകാൻ പോകുമായിരുന്നു. അപ്പോഴത്തേന് പെൺകുട്ടിയുടെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. അമ്മയടുത്ത് പറഞ്ഞ് ഞങ്ങൾ 3 ദിവസം അവിടെ കാണും, എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തേ, കാരണം ആ ഹിൽ സ്റ്റേഷനൊക്കെ ഇല്ലേ, അവിടെ റേഞ്ച് കാണാൻ ഭയങ്കര പാടായിരിക്കും. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ വിളിക്കാം, വെറുതെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് സത്യം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഓക്കെ, ഞാൻ വിളിക്കത്തില്ല, അമ്മ പറഞ്ഞ് ഞാൻ വിളിക്കത്തില്ല, നീ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അവർ 3 ദിവസത്തിന് വേണ്ടി ട്രിപ്പിന് വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്ന് റിസോർട്ടായി ചെന്നപ്പോഴത്തെ റിസോർട്ടെന്ന് പറയുമ്പോഴത്തേനും മറ്റേ ഗ്ലാസ്സൊക്കെ ഉള്ള നമുക്ക് വെളിയിൽ എന്താ പറയുക, ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ വെക്കത്തില്ലേ, അങ്ങനത്തെ ഒരു വെളിയിൽ ഗ്ലാസ് പോലത്തുള്ള അങ്ങനത്തെ ഒരു ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് അവിടെ. അപ്പോഴത്തേനും അവർ ചെന്ന ആദ്യത്തെ ദിവസമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലോണമൊക്കെ അവർ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി തിരിച്ച് വന്നു, രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇത് കണക്ക് രാവിലെ എല്ലാം കുഴപ്പമില്ല. രാത്രി കിടന്നുറങ്ങിയപ്പോഴത്തേന് പെൺകുട്ടിക്കൊരു സൗണ്ട് കേൾക്കുന്നത്, ആരോ കരയുന്ന കണക്ക്. ഇപ്പോൾ എന്തോ പെൺകുട്ടി എണീറ്റ് നോക്കിയപ്പം, അതായത് നമ്മൾ കിടക്കുന്ന കട്ടിൻ്റെ നേരെയാണ് ഗ്ലാസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ളത്, അപ്പം നമുക്ക് വെളിയിൽ നേരെ കാണാൻ പറ്റും. അപ്പോഴത്തേന് പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പം ഫ്രണ്ടിൽ ആ ഗ്ലാസ്സിനപ്പുറത്ത് ഒരു കറുത്ത രൂപം കാണുന്നു, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇത് കണ്ടപ്പോഴത്തേന് പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയായിട്ട് തുടങ്ങി. ഇതാരാ എന്താണെന്നൊന്നും അറിയാനും പറ്റുന്നില്ല. അപ്പോഴത്തേന് ഹസ്ബൻഡ് തൊട്ടടുത്ത് കിടപ്പുണ്ട്, വിളിച്ചു എണീക്കുതാണ്ട്. പെട്ടെന്ന് വിളിച്ചിട്ട് പുള്ളിക്കാരൻ എണീക്കുന്നതും ഇല്ല. പെട്ടെന്ന് പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരടിച്ച് പുള്ളിക്കാരനെ ഹസ്ബൻഡിനെ എണീപ്പിച്ചിട്ട് നോക്കിയപ്പോൾ കാണാം അവിടെ ഒരു നിഴലും കാണുന്നില്ല. ഇത് കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഒരു നിഴൽ കണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് സൗണ്ട് കേൾക്കുന്നത് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായെന്ന് പറഞ്ഞപ്പോഴത്തേന് ഭർത്താവ് പറഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെ കാണും, ഇവിടെയൊക്കെ ആത്മാവുള്ളതാ, അതും വലുതായിട്ട് നീ സീരിയസ് ആയിട്ട് എടുക്കേണ്ട, കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. ഇത് കേട്ടപ്പോൾ നിങ്ങളെന്തോ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നത്, എനിക്ക് തോന്നിയതായിരിക്കും, നീ കിടന്നുറങ്ങും എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇതേ കണക്ക് ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി, രാവിലെയൊക്കെ പോകേണ്ടടുത്തൊക്കെ പോയി, വൈകുന്നേരമൊക്കെ വന്നിട്ട് അവിടെ ഒരു ബാൽക്കണി മുകളിലുണ്ട്, അവിടെ വന്ന് നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പെങ്കുച്ച തിരിഞ്ഞ് നോക്കിയപ്പം പിറകിലായിട്ട് ആ ഒരു കറുത്ത രൂപം വന്നിരിക്കുന്നു, അതും കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കണ്ട് പെട്ടെന്ന് പേടിച്ചാണെങ്കിൽ ആ പെങ്കുച്ചുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് ഭർത്താവ് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഓടി വന്നപ്പോഴത്തേനിങ്ങനെ എന്ത് ഇന്നലെ കണ്ടാണെങ്കിൽ ഞാൻ എന്നെ കണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ ഭയങ്കരമായിട്ട് വെച്ച് കരയാനൊക്കെ തുടങ്ങി. ഇത് കേട്ട്, നീ ഇങ്ങനെ ചുമ്മാ നിനക്ക് തോന്നിയതായിരിക്കും, ഇത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും, ഇല്ല ഞാൻ കണ്ടതാണ്, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് 3-ാമത്തെ ദിവസം, അപ്പോൾ 3 ദിവസം ആയാലും പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ബാഗ് പാക്ക് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പയ്യനുണ്ട് ഇതെല്ലാം നോക്കി നടത്തുന്ന. ആ പയ്യൻ റിസപ്ഷനിസ്റ്റാണ്. ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനിങ്ങനെ ആ ഒരു പെൺകുട്ടി പറഞ്ഞ്, ഞാനിങ്ങനെ ഇതൊക്കെ കണ്ട് എന്തോ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞ്, ഇല്ല മാഡം, മാഡത്തിന് തോന്നിയതാണ്, കുറേ പേര് പറയാറുണ്ട്, അവർ ചുമ്മാ ഇതുണ്ടാക്കി പറയുന്നത്, അത് മാഡത്തിന് തോന്നിയതായിരിക്കും, ചിലപ്പോൾ അവരിലാരെങ്കിലും ഇതേ കണക്ക് നമ്മുടെ ഹോട്ടലിനോടൊക്കെ ഭയങ്കര എന്താ പറയുക, കുറേ പേർക്ക് പ്രശ്നമുണ്ട്, ഇവിടുത്തെ ലക്ഷറി ആയിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ ചില വേറെ ഹോട്ടൽസുകാർക്കൊക്കെ പ്രശ്നമുണ്ട്, അവർ ചെയ്യുന്നത് ചിലവരൊക്കെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും, ഇത് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാലും പക്ഷേ ഇവർക്കാണെങ്കിൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്ന. ഹസ്ബൻഡ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാനും പറ്റുന്നില്ല. ഇത് ഭയങ്കരമായിട്ടൊരു അവർക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വസിക്കാനും പറ്റില്ല. പക്ഷേ എന്നാലും അവർ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നോക്കുന്നു. അപ്പോഴത്തേനും 3 ദിവസം വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ സാധാരണ വിളിക്കുന്നത്, പക്ഷേ അമ്മയാണെങ്കിൽ വിളിച്ചിട്ടുമില്ല. ഇത് ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നി. പിന്നെ അമ്മയൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണിൽ വണ്ടി പോകുന്ന വഴിക്ക് തിരിച്ച് അമ്മ വിളിച്ചപ്പോഴത്തേനും അമ്മയാണെങ്കിൽ എടുക്കുന്നില്ല. ഇനി ഇതാണോ ഞാൻ പറഞ്ഞുകൊണ്ടാണോ വിളിക്കാത്തതെന്നൊരു ഡൗട്ടൊക്കെ തോന്നിയപ്പോഴത്തേനും, പക്ഷെ എന്നാലും ടെൻഷൻ തോന്നി, എന്താ വിളിക്കാത്തതെന്നൊരു കാര്യം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കും, 1 മണിയായി, ഇപ്പോഴൊക്കെ ആണോ നിൻ്റെ അമ്മ കിടന്ന് ഉറങ്ങുമായിരിക്കും, നമ്മളെന്തായാലും വെളുപ്പിന് 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് ചെല്ലത്തില്ല, നീ അത് വിട് എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് കളഞ്ഞു. ഒരു 5 മണിയൊക്കെ ആയി. അപ്പം വീടിനോട് അടുത്തെത്താറായി. 5 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് വിളിക്കാം, 5-5:30 ആയപ്പോൾ ഒന്ന് വിളിക്കാമെന്ന് പറയാൻ വിളിച്ച്.
വിളിച്ചപ്പോഴത്തേനാണെങ്കിൽ അമ്മ എടുക്കുന്നില്ല. അത് ഭയങ്കരമായിട്ട് ടെൻഷൻ കൂട്ടി ആ പെൺകുട്ടിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്യുന്നു. 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീക്കും. ഇത് ഭയങ്കരമായിട്ടൊരു പേടിയായിപ്പോയി. അപ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എപ്പോഴത്തേനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ അവരമ്മയൊക്കെ താമസിക്കുന്ന ഒരു എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ് പോലെ അവിടെയാണ്. അപ്പം അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്തെ റൂമാണെങ്കിൽ ചില ഗോഡൗൺ പോലെ ചില ഒരു കടയുണ്ട്. അവർ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു റൂം. അപ്പോൾ ഇവരിങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും ഒരു പയ്യൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോഴത്തേന് ഈ പെൺകുട്ടിയെ കണ്ടിട്ടപ്പോഴത്തേനും ചേച്ചി അമ്മ ഇന്നലെ രാത്രി അമ്മയെടുത്ത് സംസാരിക്കുമ്പോഴത്തേനും അമ്മ പറഞ്ഞിരുന്ന അവിടെ എലി ഏതാണ്ട് റൂമിൽ ചത്ത് കിടപ്പുണ്ട്, അതൊന്ന് ക്ലീനാക്കി തരണോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് പറ്റാൻ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് ഞാൻ വന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ആ പെൺകുട്ടിക്ക് ഭയങ്കര ഹാപ്പി. കാരണം അമ്മയെടുത്ത് സംസാരിച്ചാലോ എന്ന് വെച്ചപ്പോഴത്തേനോ ഒരു സന്തോഷമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് അകത്ത് മേലോട്ട് സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നിട്ട് ആ റൂം തട്ടിയപ്പം കാണാം തുറക്കുന്നുമില്ല. കുറേ ചെന്ന് റൂം തട്ടി നോക്കി അമ്മയെ തുറക്കുന്നു പറഞ്ഞിട്ട് തുറക്കുന്നില്ല. താഴെ നോക്കിയപ്പോൾ പാക്കിന് പത്രമൊക്കെ കിടക്കുന്നു. ഇത് എടുത്തില്ലയോ അതൊരു ടെൻഷൻ ആവാനും തുടങ്ങി. ഇതെന്ത് എടുക്കാഞ്ഞ എന്താ ഇനി വല്ലതാണോ ഇനി എന്തെങ്കിലും പറ്റിയോന്നൊരു ഡൗട്ട്. പെട്ടെന്ന് കുറേ തട്ടി നോക്കിയിട്ട് തുറക്കുന്നില്ല. അവിടുത്തെ പെട്ടെന്ന് താഴത്തെ അവിടെ ഗോഡൗൺ ആ പയ്യന്മാരുണ്ടല്ലോ റൂമിൽ നിന്ന് സാധനം അവരെല്ലാം വിളിച്ച് അവരെ ഓടി വന്നിട്ട് തള്ളി തുറന്ന് നോക്കിയപ്പം കാണാം അവിടുത്തെ കട്ടില്ല അമ്മ മരിച്ചു കിടക്കുന്നു. മരിച്ചിട്ടിപ്പം നോക്കിയപ്പോൾ 2 ദിവസമായി. അപ്പോൾ എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് മെസ്സേജ് അയച്ചവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു, കാരണം അവിടെ പാക്കറ്റ് പത്രമൊക്കെ കിടക്കുന്നതാണ്. അത് 2 ദിവസത്തെ എന്താ പറയുക തലേ ദിവസത്തെ അതെല്ലാം ഉണ്ട്, അതും എടുത്തിട്ടില്ല. നേരത്തെ അതിന് മുമ്പത്തെ ദിവസത്തെ എടുത്തിട്ടുണ്ട്, പക്ഷെ അന്നത്തെ തലേ ദിവസത്തെ ഒന്നും എടുത്തില്ല. അപ്പം മരിച്ച അന്നാന്ന് മനസ്സിലായി. ഇത് കണ്ടപ്പോഴത്തേനും മറ്റേ പയ്യനുണ്ടല്ലോ ഇന്നലെ രാത്രി സംസാരിച്ചു ആ പയ്യൻ പെട്ടെന്ന് ഇത് കണ്ടതും കുഴഞ്ഞു വീട് അവിടെ തന്നെ. എന്നിട്ട് പിന്നെ ആ പയ്യനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഭയങ്കരമായിട്ട് അവിടെ ആശുപത്രി ബോധം തെളിഞ്ഞപ്പോഴത്തേന് ഭയങ്കര വിറയലും പനി എല്ലാം കൂടെ ആയിട്ട് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് പേടിയായി തുടങ്ങിയപ്പോഴത്തേന് ആ ഗോഡൗണിൽ വേറൊരു പയ്യനുണ്ട്. അപ്പം ആ പയ്യൻ പറഞ്ഞ് ഞാനും ഇന്നലെ കണ്ടതാ ഇത് കണക്ക് ഇവൻ സംസാരിക്കും, പക്ഷെ ഞാൻ മുഖം കണ്ടില്ല. അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നിടത്ത് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന പോലെ ഞാൻ താഴെ നിന്ന് കണ്ടായിരുന്നു. അവൻ സംസാരിക്കുന്ന കണക്ക് കണ്ടായിരുന്നു. ഇത് ആരുടെ അടുത്താന്ന് ഞാൻ കണ്ടില്ലായിരുന്നു ഇപ്പം പറഞ്ഞപ്പോഴേ, പക്ഷെ സംസാരിക്കുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇവർക്ക് ഭയങ്കര എന്തോ ടെൻഷനൊക്കെ പോലെ ആയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അമ്മയുടെ ചെയ്യേണ്ട ആചാരങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഈ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, ഫാർമസിയുണ്ട് അതിൻ്റെ ഒരു ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പം ഹോസ്പിറ്റലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പം ആ വീട്ടിലപ്പം ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഇപ്പം തനിയെ. അങ്ങനെ രാത്രിയിൽ ആ വീട്ടിലിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് പുസ്തകമൊക്കെ വായിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേന് പെട്ടെന്നൊരു അവിടെ മരിച്ചുപോയ അമ്മയ്ക്കുണ്ടെങ്കിൽ ഒരു ആൻറ്റി പീസ് കളക്ഷൻ പോലെ എല്ലാം സൂക്ഷിക്കുന്ന അതായത് അത് കളക്ട് ചെയ്യുന്ന ഒരു ഹോബിയുണ്ട്. അപ്പോഴത്തേന് പണ്ട് കാലത്തെ മറ്റേ ക്ലോക്ക് അതൊക്കെ ഉണ്ട് ഇങ്ങനെ വാങ്ങിച്ച് വെച്ച് പഴയ കാലത്തെ എന്താ പറയുക നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സും അതിൻ്റെ അതൊക്കെ വാങ്ങിച്ചു വെക്കുന്ന രീതിയുണ്ട്. അപ്പോഴത്തേനും അവിടെ അതുപോലെ കസേരയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ പോലത്തെ. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേനും കസേര നടന്നിങ്ങനെ അനങ്ങുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ ചെയർ ഇങ്ങനെ. ഇത് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് എന്തോ നോക്കിയപ്പോൾ അവിടെ ആ ചെയറിൽ ഒരു കറുത്ത നിഴലിങ്ങനെ ഇതിങ്ങനെ ആടുന്ന കണക്ക്. ഇതുകൊണ്ട് പെട്ടെന്ന് ഇപ്പം നോർമലായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അമ്മയുടെ ഒരു ആത്മാവ് അങ്ങനെ ഒന്ന് വിചാരിച്ച് പിന്നെ പെട്ടെന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് നീ എന്തിനാ എന്നെ വിട്ടു പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് അമ്മയെന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പെട്ടെന്ന് അവിടെ കിടന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു. പിന്നെ അമ്മയെന്ന് വിളിക്കുമ്പോഴൊക്കെ ഗ്ലാസ് അവിടെ ഉള്ള പഴയ ആൻറ്റി പീസ് പോലത്തെ ഉള്ള സാധനങ്ങൾ താഴെ വീട് പൊട്ടാൻ പോകുന്നു. അതിലൊരു ഒരു ഗ്ലാസ് പോലത്തെ സാധനം താഴെ വീട് പൊട്ടി അത് വന്ന് കാലിൽ കൊണ്ട് മുറിഞ്ഞ് അവിടെ പെട്ടെന്ന് ഇതെന്തോന്ന് പറഞ്ഞപ്പോഴത്തേനും എല്ലാ ഗ്ലാസ്സുകളും പാത്രങ്ങളെല്ലാം വീണ് പൊട്ടുന്നു. ഇങ്ങനെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ടൊരു പേടി എന്തോ ടെൻഷൻ പോലായി. അപ്പോഴത്തേക്കും ഓടിച്ചെന്ന് അവിടെ അമ്മയുടെ റൂമിലെ കതവ് അടച്ച് കുറ്റിയിട്ടിട്ട് അവിടെ അമ്മ മരിച്ച ആ കട്ടിലെ തന്നെ കയറിയിരുന്നപ്പോഴത്തേനും ആരോ വന്ന ഡോറിൽ ഭയങ്കര തട്ടുന്ന കണക്ക് ഭയങ്കര സൗണ്ട് തട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര പേടിയായി. ഇതെന്തോന്ന് മനസ്സിലാവുന്നുമില്ല. അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നിലവിളിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനും ആ സൗണ്ട് പെട്ടെന്ന് നിർത്തി. അപ്പോഴത്തേനും എന്തോന്ന് അറിയുമ്പോൾ കട്ടിയിൽ നിന്ന് ഇറങ്ങി ആ പെൺകുട്ടി വന്ന ഡോർ മറ്റേ റൗണ്ട് ഷേപ്പിലാണ് തുറക്കുന്ന രീതി. അപ്പം തുറക്കാൻ നിർത്തിയപ്പോൾ അതിൽ പെട്ടെന്ന് ഇങ്ങനെ ആര് പിടിച്ചിങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച് ഓടി വന്ന കട്ടിൽ കയറിയിരുന്നു.
പിന്നെ ചിലപ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, നിന്ന് മറ്റേ ക്ലോക്കിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ വലുതായിട്ട് അത് മാത്രമേ കേൾക്കുന്നു. മറ്റേ സൗണ്ട് പാത്രങ്ങൾ വീഴുന്ന കസാര അനങ്ങുന്നതിൻ്റെ ഒന്നും സൗണ്ട് കേൾക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ആ കട്ടിലിരിക്കുന്നതിൻ്റെ സൈഡിലൊരു കബോർഡ് പോലെ ഗ്ലാസിൻ്റെ, അപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് ആ കബോർഡിനകത്തൊരു കറുത്ത രൂപം. ഇത് കണ്ടത് ഈ പെങ്കൊച്ച് പേടിച്ച് ഓടി വന്ന കതോ തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിയതും ആ കസേരയിലൊരു രൂപം ഇരിക്കുന്നു. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേന് സ്ത്രീ രൂപമല്ല, ഒരു പുരുഷൻ്റെ രൂപം, ഒരു കുറച്ച് നല്ല മസിൽ അങ്ങനെയൊക്കെ ഉള്ള നല്ല കണ്ട ഒരു പുരുഷ രൂപം. ഇത് കണ്ടത് ഭയങ്കര പേടിച്ച് ഓടിച്ചെന്ന് പിന്നെ റൂമിനകത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മ ഭയങ്കരമായിട്ട് ആ പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഈശ്വര ഭക്തിയൊക്കെ ഉള്ളു. അപ്പോഴത്തേന് ആ കബോർഡിനകത്ത് രുദ്രാക്ഷം അങ്ങനത്തെ ദൈവത്തിൻ്റെ ഫോട്ടോ അതൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് പെട്ടെന്ന് ഓടിച്ചെന്ന് കബോർഡ് തുറന്ന് എന്നിട്ട് ആ രുദ്രാക്ഷമൊക്കെ എടുത്ത് കൈവച്ചാൽ കട്ടിലേക്ക് കയറിയിരുന്ന് ഇങ്ങനെ രുദ്രാക്ഷം കൈവച്ചുകൊണ്ട് ഇങ്ങനെ മന്ത്രങ്ങൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ച മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ മന്ത്രം കേൾക്കുന്ന ഓരോ സമയത്ത് അവിടെ ഓരോ സാധനങ്ങൾ വീഴുന്നു, ഇതൊക്കെ സൗണ്ട് കേൾക്കുന്നു. ഇതൊക്കെ ആയപ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നിന്ന് ആ സൗണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇപ്പം വിളിച്ച് ഭർത്താവിനെ വിളിച്ച് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് പറഞ്ഞ് നിനക്ക് തോന്നിയിരിക്കുന്ന ഭർത്താവ്. അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭയങ്കര നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ എടുക്കും വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ആ പെൺകുട്ടി ആ റൂമിൽ തന്നെ ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സൗണ്ട് അങ്ങ് നിന്ന്. പിന്നെ അപ്പോഴത്തേന് എന്താണെന്നറിയാം, വെളിയിലോട്ട് ഇറങ്ങി നോക്കിയതും ആ ചെയറിനകത്ത് ആ രൂപ ഇരിപ്പുണ്ട്. അപ്പോഴത്തേന് പെട്ടെന്ന് റൂമിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് ആ ഡോറ് തുറന്ന് താഴെ എങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് ഓടിച്ച് ഡോറ് തുറക്കാൻ നോക്കുന്നത് അതും പറ്റുന്നില്ല. പിന്നെ വലിച്ച് തുറന്ന് നോക്കിയപ്പോൾ കാണാം വെളിയിൽ ആ രൂപം നിൽക്കുന്നത്. ഇതുകൊണ്ട് പെട്ടെന്ന് പേടിച്ച് പിറകിലോട്ട് കഴിഞ്ഞപ്പോൾ കതവ് ഭയങ്കരമായിട്ട് വന്ന് അടിച്ചങ്ങ് അടഞ്ഞ്. ഇത് കഴിഞ്ഞിട്ട് പേടിച്ചിങ്ങനെ നിൽക്കുക. പക്ഷേ രുദ്രാക്ഷം കയ്യിൽ വെച്ചിട്ടിങ്ങനെ നോക്കിയപ്പോൾ കാണാം പതുക്കെ ആ ഇങ്ങനെ ഫ്രണ്ട് ഡോർ ഇങ്ങനെ തുറക്കുന്നു. ഇങ്ങനെ ഡോറ് തുറന്നപ്പോഴത്തേന് ആരാന്നിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ കാണാം അത് തന്നെ ഭർത്താവ്. അത് കണ്ടപ്പോഴത്തേന് ഭയങ്കര ആശ്വാസമായി. അപ്പോഴത്തേന് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലായി. അപ്പോഴത്തേന് എൻ്റെ കാല് കണ്ടോ മുറിഞ്ഞ് ഞാൻ പറഞ്ഞ രീതി നടന്നപ്പോഴത്തേന് ഞാനിവിടെ ഒരു രൂപം കൊണ്ട് റാണീൻ്റെ രൂപം അങ്ങനെ ഇങ്ങനെ അമ്മ വല്ലതായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇങ്ങനെ ഭയങ്കര പേടിച്ച് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോഴത്തേന് പുള്ളിക്കാരൻ പറഞ്ഞു നീ വിഷമിക്കരുത്, നീ അടങ്ങി നിൽക്ക്, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് വെച്ച് പക്ഷേ ഞാൻ മറന്നുപോയി. നമ്മളന്ന് അവിടെ പോയ സമയത്ത്, അതായത് കൊടൈക്കനാൽ അവിടെ ടൂറ് പോയ സമയത്ത് പിറ്റേ ദിവസം എനിക്ക് രാവിലെ ഒരു കോള് വന്നിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയായിരുന്നു വിളിച്ചിരുന്നത് എന്നെ. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന നിൻ്റെ അച്ഛൻ മരിച്ചുപോയി, അത് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി ആ സമയത്ത് എന്തോ. കാരണം നിനക്ക് നിൻ്റെ അച്ഛനെ ഇഷ്ടമല്ലല്ലോ, പക്ഷേ നിങ്ങൾ പിരിഞ്ഞിരിക്കുമ്പോൾ നിനക്ക് അതുകൊണ്ട് ഇഷ്ടമില്ല. പക്ഷേ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് പറയണമെന്ന് തോന്നി, അവളുടെ അടുത്ത് നീ ഒന്ന് പറഞ്ഞു തരാം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അവൾക്ക് ചിലപ്പോൾ അച്ഛനോട് ഇഷ്ടമല്ലല്ലോ, അപ്പം പറഞ്ഞ് അവൾക്ക് ദേഷ്യം വരും. അത് വലുതായിട്ടൊന്നും എടുക്കുന്ന ആളല്ല അച്ഛൻ്റെ കാര്യമൊന്നും. അപ്പോഴത്തേന് അവർ പറയണേന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേന് അത് ഞാൻ നിൻ്റെ അടുത്ത് പറയാനും വിട്ടുപോയി. നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് പറയാഞ്ഞത്. പക്ഷേ നീ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഇനി അച്ഛൻ്റെ പ്രേതമാണോ എന്ന് ഒരു ഡൗട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് വേറെ കുടുംബമൊക്കെ ഉണ്ട്. അവിടെ പോയി പിറ്റേ ദിവസം എന്തെങ്കിലും അവിടെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവർ പിറ്റേ ദിവസം അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേന് എന്താ പറയുക അസ്ഥി കരയ്ക്കുന്ന അതൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് ഇവർ അവിടെ അതിനുവേണ്ടി പോകാൻ നിൽക്കുമായിരുന്നു. ഇവരെന്തോ ചെയ്തു, അതിൻ്റെ കൂടെ ചെന്ന് അത് അസ്ഥിയൊക്കെ ഒഴുക്കി പിറ്റേ ദിവസം വീട്ടിലൊക്കെ വന്ന് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് വലിയ എന്താ പറയുക ഒരു പ്രശ്നം വന്നിട്ടില്ല, രൂപം കണ്ടിട്ടില്ല. ഇതാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കഥ. ഇത് എത്ര മാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല, ബട്ട് അവർ പറഞ്ഞ സംഭവം നിങ്ങളുടെ അടുത്ത് ഞാൻ എത്തിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായ അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുക. ഞാൻ അത് എൻ്റെ ചാനലിലൂടെ കഥയായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ ബൈ ഫ്രണ്ട്സ്.